നമ്മളിന്ന് ഡേ 8 തുടങ്ങുകയാണ്. നമ്മൾ ഇന്നലെ രാത്രി വന്ന് താമസിച്ചത് ക്രിസ്ത്യൻസുണ്ട് എന്ന് പറഞ്ഞ ടൗണിലാണ്. പുറകിൽ കാണുന്ന കംഫർട്ട് ഹോട്ടലിലാണ് നമ്മൾ വന്ന് താമസിച്ചത്. റൂമൊക്കെ നല്ലതായിരുന്നു, പക്ഷെ രാവിലെ ആയപ്പോൾ വെയിലടിച്ചിട്ട് വലിയ കംഫർട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്നലെ വരുമ്പോൾ തന്നെ ചാർജ് ചെയ്യാമെന്ന് വിചാരിച്ചത്, പിന്നെയാണ് മനസ്സിലായത് ഹോട്ടലിനടുത്ത് പാർക്കിംഗ് 8 മണി വരെ ഫ്രീ ആണ്. അപ്പോൾ പിന്നെ 8 മണി കഴിഞ്ഞിട്ട് ഇവിടെ കൊണ്ടിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം 1 മണിക്കൂർ സമയം കിട്ടുമല്ലോ ഫുൾ ചാർജ് ആവാനായിട്ട്. അപ്പോൾ നമുക്ക് ആ സമയത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയും ബാക്കി എന്തെങ്കിലും കാഴ്ച കാണുകയൊക്കെ ചെയ്യാം. വെയിൽ കാലം പല സ്ഥലത്ത് ഇരിക്കുന്ന കണ്ടിട്ടുണ്ട്, പക്ഷേ ഇതാദ്യമായിട്ടാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് സുൻബോത്ത് എന്ന് പറഞ്ഞ ഫെറി ടെർമിനലിലാണ്. ഇതിൻ്റെ ചുറ്റുള്ള പല ഐലൻഡിലേക്കും ഇവിടുന്ന് ഫെറീസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. എൻ്റെ പുറകിൽ കാണുന്നത് ക്ലിപ്പ് ഫിഷ് ക്വിയറിംഗ എന്ന് പറഞ്ഞൊരു സ്റ്റാച്ചു ആണ്. ഇത് ഇവിടുത്തെ ക്ലിപ്പ് ഫിഷ് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്തിരുന്ന ഫിഷർ വുമണിന് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ള സ്റ്റാച്ചു ആണ്. ഈ ക്ലിപ്പ് ഫിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രൈഡ് ആൻഡ് സോൾട്ടഡ് കോഡിനാണ് പറയുന്നത്. എൻ്റെ പുറകിൽ കാണുന്നത് മിൻബോസ എന്ന് പറഞ്ഞൊരു മോണ്യുമെൻ്റ് ആണ്. ഇത് വേൾഡ് വാർ 1 and 2 മരിച്ചുപോയ സെയിലേഴ്സിന് വേണ്ടിയിട്ടുള്ള മെമ്മോറിയലാണ്. ഇതിൻ്റെ ചുറ്റും പലരുടെയും പേരുകൾ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് സിൽഡെ ഗുത്തൻ. ഹെറിംഗ് ഇൻഡസ്ട്രിക്ക് ട്രിബ്യൂട്ടാണ് ഈ സ്റ്റാച്ചു. കയ്യിൽ ഹെറിംഗ് ഫിഷൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ഇൻ ബിറ്റ്വീൻ 2 സീനിക് റൂട്ട്സ് ഇടയിൽ താമസിച്ചൊരു സ്ഥലം മാത്രമാണ് ക്രിസ്ത്യൻസ് ഉണ്ട്. അതുകൊണ്ട് ഇവിടുന്ന് അധികം നടന്ന് കാണാനൊന്നും നിൽക്കുന്നില്ല, നല്ല ചൂടുണ്ട്. ഇനി നമ്മൾ അടുത്ത സീനിക് റൂട്ടിലേക്ക് പോവുകയാണ്. അപ്പം നമ്മൾ ക്രിസ്ത്യൻസ് ഉണ്ടെന്ന് പോന്നു. ഇനി നമ്മൾ നമ്മുടെ അടുത്ത സീനിക് റൂട്ട് കാണാൻ പോവാണ്. റോൺ ദാനെ എന്നാണ് നമ്മൾ ഇന്ന് ഡ്രൈവ് ചെയ്യാൻ പോകുന്ന സീനിക് റൂട്ടിൻ്റെ പേര്. ഫോൾദാൽ എന്ന സ്ഥലത്ത് നിന്നാണ് അത് തുടങ്ങുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു എൻഡ് പോയിൻറ്റ് ഫോൾദാലാണ്. അപ്പോൾ അത് അങ്ങോട്ടാണ് നമ്മളിപ്പോൾ ഡ്രൈവ് ചെയ്ത് പോകുന്നത്. അത് ക്രിസ്ത്യൻസ് ഉണ്ട് ഏകദേശം 3 മണിക്കൂർ ഡ്രൈവ് ഉണ്ട്. അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മൾ ഇടയ്ക്ക് ഒബ്ദാൽ നിർത്തി അയണിറ്റിയിൽ ചാർജ് ചെയ്തിട്ടായിരിക്കും പോകുന്നുണ്ടാവും. സുൻഡാൽ എന്ന് പറഞ്ഞൊരു സ്ഥലത്തിൽ കൂടെയാണ് പോണത്. അത്യാവശ്യം വീടുകളും കുറേ കടകളൊക്കെ ഉള്ളൊരു ടൗൺ. നമ്മൾ കുറച്ച് ലഞ്ച് മേടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിർത്തി. ഇനി വണ്ടി ചാർജ് ചെയ്യുമ്പോൾ കഴിക്കാം. നമ്മൾ ചാർജ് ചെയ്യുന്ന സ്ഥലത്ത് അധികം ഭക്ഷണം കഴിക്കുന്ന കടകളൊന്നും ഉള്ളതായിട്ട് കണ്ടില്ല മാപ്പിൽ നോക്കിയപ്പോൾ. 2 ദിവസം മുന്നേ ഇതേപോലെ ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്ത് തപ്പി നടന്നിട്ട് കുറേ കറങ്ങി. അതുകൊണ്ട് ഇപ്രാവശ്യം മുന്നേ കൂട്ടി ഭക്ഷണമൊക്കെ കയ്യിൽ മേടിച്ച് വെച്ചിട്ട് അങ്ങോട്ട് പോകാൻ ചാർജ് ചെയ്യാൻ. അപ്പോൾ ആ നേരത്ത് കഴിക്കുകയും ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ എനിക്ക് നന്നായിട്ട് ഉറക്കം വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒന്നും നിർത്തിയില്ലെങ്കിൽ ശരിയാവില്ല എന്ന് തോന്നി. അപ്പോൾ അങ്ങനെ ഒരു കാരണം കൂടി ഉണ്ട് നിർത്താൻ. ഈ മലയുടെ മുകളിൽ നിന്നൊക്കെ കുറേ പല സ്ഥലത്ത് ഇങ്ങനെ വെള്ളച്ചാട്ടം വരുന്നുണ്ട് 2 സൈഡിലും. ഭയങ്കര ഭംഗിയുണ്ട് കാണാൻ. ആക്ച്വലി അത്ര വലിയ വാട്ടർഫോളൊന്നും അല്ല, പക്ഷേ എന്നാലും പല സ്ഥലത്തുനിന്ന് ഇങ്ങനെ ഒഴുകി വരുന്നുണ്ട്. കുറേ ദൂരമായിട്ടൊരു വാലിയുടെ നടുവ് കൂടെയാണ് ഇങ്ങനെ പോണത്. 2 സൈഡിലും മലകളാണ്. ഇവിടെയൊക്കെ കൂടുതലും ഫാംസാണ് കാണുന്നത്. പക്ഷെ മൃഗങ്ങൾ കുറവാണ്, അറ്റ്ലീസ്റ്റ് കാണാനില്ല. ആക്ച്വലി നേരത്തെ നമ്മൾ ഒബ്ദാലിൻ്റെ ചാർജറിൻ്റെ പരിസരത്ത് എന്തൊക്കെയുണ്ടെന്ന് നോക്കിയപ്പോൾ എന്തോ സ്ഥലം മാറിപ്പോയതാന്ന് തോന്നുന്നു. ഇത് അത്യാവശ്യം വലിയൊരു സ്ഥലമാണ്. ഇവിടെ ചാർജറിൽ നിന്ന് അധികം ദൂരമില്ലാണ്ട് ഒരു മോളൊക്കെ ഉണ്ട്. ആ ലെഫ്റ്റ് സൈഡിലാണ് ചാർജർ ഉള്ളത്. ഞാൻ 100% വരെ ചാർജ് ചെയ്യാൻ ഇട്ടിരുന്നു. നമുക്ക് കുറച്ച് സമയം കിട്ടുമല്ലോ. നമ്മൾ തിരിച്ചെത്തിയപ്പോഴത്തേക്ക് 99% ആയി. ഇപ്പോൾ 1 മിനിറ്റ് വെയിറ്റ് ചെയ്തപ്പോഴത്തേക്ക് 100%. ഇനിയിപ്പോൾ സൈഡിൽ കൂടെ ഒരു പുഴയൊക്കെ ഒഴുകുന്നുണ്ട്. നല്ല ഡാർക്ക് ബ്ലൂ കളറാണ്. നമുക്ക് ഒരു റെഡ് ലൈറ്റ് അടിച്ചു. എന്തോ റോട്ടിൽ പണി നടക്കാൻ തോന്നുന്നുണ്ട്. ആ ഗ്യാപ്പിൽ കുറച്ച് പ്രകൃതി രമണീയത പകർത്തി കളയാമെന്ന് വിചാരിച്ചു. കുറച്ച് ദിവസമായിട്ട് ഷോപ്സിലൊക്കെ പോകുമ്പോൾ കാണുന്നൊരു സാധനമാണ് എർച്ച്. എന്തായാലും നമ്മുടെ നാട്ടിലെ ഒരു ഗോൾഡ് സ്പോട്ടിൻ്റെ ഒക്കെ ഒരു പഴയ ഗോൾഡ് സ്പോട്ട്. അതെ, പഴയ ഗോൾഡ് സ്പോട്ടിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് തോന്നി. സംഭവം കൊള്ളാം. കൊക്കോക്കോളയുടെ ആണ്. നമ്മൾ ഫോൾദാലിലേക്ക് തിരിയാണ്. തുടക്കം തന്നെ റോഡ് എത്രയെന്ന് തോന്നുന്നു. പക്ഷെ കുഴപ്പമില്ല, ലുക്കില്ലെന്നേ ഉള്ളൂ, സ്മൂത്താണ്. അങ്ങനെ നമ്മൾ സീനിക് റൂട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അവിടെ ഒരു ബോർഡ് കാണാനുണ്ട്. എത്തി. ഇപ്പോൾ ഓടിച്ച് വരുന്ന വഴിക്ക് ഈ ടെലസ്കോപ്പ് കണ്ടു. അത് കണ്ടിട്ട് നിർത്തിയതാണ്.
സാധാരണ ടൂറിസ്റ്റ് സ്ഥലങ്ങളിൽ ഉണ്ടാകുന്ന ടെലസ്കോപ്പ് പോലെ ഇതിനിപ്പോൾ പൈസ ഇടേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ദൂരെയുള്ള ആ മലനിരകളൊക്കെ അതിൻ്റെ മുകളിലേക്കൊക്കെ നന്നായിട്ട് കാണാൻ പറ്റും. ഇവിടുന്ന് പല ട്രെയിൽസും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ താഴെ കാണുന്ന ഈ ഭാഗത്തായിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇതിൽ ഈ റെഡ് കളറിൽ മാർക്ക് ചെയ്തിട്ടുള്ളതൊക്കെ സമ്മറിൽ നമുക്ക് നടന്നു പോകാനുള്ള ട്രെയിൽസാണ്. ഇതാണ് ഫോൾദാൽ ഗ്രൂവർ. ഇതൊരു പഴയ മൈനാണ്. ഇവിടെ പണ്ട് മൈനിങ് ഓപ്പറേഷൻസ് നടന്നിരുന്നതാണ്. ഇത് നോർവേയുടെ ഇൻഡസ്ട്രിയൽ ഹെറിറ്റേജ് സൈറ്റുകളിൽ ഒന്നാണ്. ഏതാണ്ട് 70ഓളം ബിൽഡിങ്സ് ഇവിടെ പ്രിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ 1993 വരെ കോപ്പർ, സിങ്ക്, സൾഫറൊക്കെ മൈൻ ചെയ്തെടുത്തിരുന്നു. ഇവിടെയുള്ള വർക്കേഴ്സിൻ്റെ ബിൽഡിങ്സ്, യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റ്സ്, അങ്ങനെ പല സാധനങ്ങളും ഇവിടെ പ്രിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു മ്യൂസിയവും പിന്നെ ഒരു കഫേയും ഉണ്ട്. ഇത് മൈനേഴ്സിനെ കൊണ്ടുവന്നിരുന്ന ട്രെയിനാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. അകത്ത് ഇരിക്കാനുള്ള സ്പേസസ് ഒക്കെ കാണാനുണ്ട്. ഈ കാണുന്ന പുള്ളി സിസ്റ്റം വഴിയാണ് മൈൻ ചെയ്ത സാധനങ്ങൾ ഇങ്ങോട്ട് എത്തിച്ചിരുന്നത്. ഈ ബിൽഡിങ്ങിൻ്റെ അകത്തുള്ള ഹോയ്സ് സിസ്റ്റത്തിൻ്റെ അയൺ കമ്പി പോണത് ദൂരെ കാണുന്ന ആ ബിൽഡിങ്ങിലേക്കാണ്. എന്താണ് ഇതിൻ്റെ പ്രവർത്തനം എന്നറിയില്ല. ഇതിൻ്റെ മുകളിലൊരു ടെലസ്കോപ്പൊക്കെ ഉണ്ട്. ഇവിടെ നിന്ന് നോക്കിയാൽ കാണാവുന്ന ഈ ക്ലിഫൊക്കെ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ മലയുടെ മുകളിൽ ദൂരെ മഞ്ഞ് മൂടിയ ഭാഗമൊക്കെ ഈ ടെലസ്കോപ്പിലോട്ട് നോക്കിയാൽ ക്ലിയർ ആയിട്ട് കാണാം. ഇവിടെ മരിച്ച മൈനേഴ്സിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ മോണുമെൻ്റ് ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. മൈനിങ് ബിൽഡിങ്സിൻ്റെ താഴേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. ഇവിടെ നിന്ന് നോക്കി എന്തൊക്കെ കാണാൻ പറ്റുമെന്ന് ഇതിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ എന്തിനൊക്കെയാണ് ഉപയോഗിച്ചിരുന്നത് എന്നാണ് ഇതിൽ മാർക്ക് ചെയ്തിരിക്കണതെന്ന് തോന്നുന്നു. ഇവിടെ നിന്ന് നോക്കിയാൽ കാണാൻ പറ്റുന്ന പീക്സൊക്കെ ഈ ഇതിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. സജസ്റ്റഡ് ഹൈക്കിംഗ് റൂട്ട്സും കൊടുത്തിട്ടുണ്ട്. മൈൻ സെറ്റിങ്ങിൽ ഉള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇവിടെയുള്ള സാധനങ്ങൾ, ഈ സീറ്റിങ്ങും എല്ലാത്തിനും ഒരു തുരുമ്പ് ലുക്കാണ്. ഇവിടെ ഇയർ വെച്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ എന്തൊക്കെയാണ് സംഭവിച്ചിരിക്കണതെന്ന്. ഭാഗ്യത്തിന് ഇംഗ്ലീഷ് ഉണ്ട്. പണ്ട് മൈനിങ്ങിലൂടെ കോടീശ്വരനായ ആരുടെ വീടാന്ന് തോന്നുന്നു. എന്താ കിടക്കണേ? അത് ഇവിടെ ഗസ്റ്റായിട്ട് താമസിക്കാൻ പറ്റും, അങ്ങനെയുള്ള വല്ലവരുടെ ആയിരിക്കും. ഇത് സ്ട്രോംബു എന്ന് പറഞ്ഞ സ്പോട്ടാണ്. ഇവിടുന്ന് റോണ്ടാനെ നാഷണൽ പാർക്കിലേക്ക് ഒരുപാട് ഹൈക്കിംഗ് ട്രെയിൽസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഈ റോണ്ടാനെ എന്ന് പറയുന്നത് ഒരു സീനിക് റൂട്ട് മാത്രമല്ല, ഇതൊരു നാഷണൽ പാർക്കും മൗണ്ടൻ റേഞ്ചും കൂടിയാണ് കേട്ടോ. ഇതുവഴി നടന്നു പോയാൽ അവിടെ കാണുന്ന ആ തൂക്കുപാലം വരെ പോവാം, പിന്നെയും പോവാം. പക്ഷെ നമ്മൾ അവിടെ വരെ പോകാനേ ഉദ്ദേശിക്കുന്നുള്ളൂ. ഈ വഴിയിൽ ബേർഡ്സ് ആൻഡ് ആനിമൽ സൗണ്ട്സ് കിട്ടാൻ വേണ്ടിയിട്ട് റെക്കോർഡേഴ്സ് വെച്ചിട്ടുണ്ട്. അത് ടാമ്പർ ചെയ്യരുതെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ സംസാരിച്ച പ്രശ്നമോ? ഇല്ല, നമ്മളെ സംസാരിക്കുന്നത് അവർ റിമൂവ് ചെയ്യുമെന്ന് എഴുതിയിട്ടുണ്ട്. ഞാനില്ല, പോയിട്ട് വരുമോ? ഇല്ലാട്ടാ, കളക്കൊന്നുമില്ല ഇതിന്. ഞാനില്ല. ചെറിയൊരിളക്കുണ്ട്, പക്ഷെ വലിയ പ്രശ്നമൊന്നുമില്ല. പാലത്തിൻ്റെ നടുക്കുന്നുള്ള വ്യൂ ആണിത്. നല്ല തെളിഞ്ഞ വെള്ളമാണ്. നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു നാഷണൽ പാർക്കാണ്. ഈ പാലം കടന്ന ഇവിടുന്ന് തന്നെ 2 ട്രെയിൽസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ വിസിറ്റർ സെൻറ്ററിൻ്റെ ഉള്ളിൽ ഒരു റെസ്റ്റ് ഏരിയയൊക്കെ ഉണ്ട്. ഒരു കുഞ്ഞ് കിയോസ്കും ഉണ്ട്. പിന്നെ തണുപ്പ് കാലത്താണ് വരണമെങ്കിൽ തീ കായാനുള്ള സ്പേസും ഉണ്ട്. ഈ വിസിറ്റർ സെൻറ്ററിൻ്റെ മുകളിലിരുന്നാലും നമുക്ക് ചുറ്റുപാടൊക്കെ കാണാം. പക്ഷേ വലിയ ഹൈറ്റ് ഇല്ലാത്തതുകൊണ്ട് ഒരുപാട് ദൂരത്തേക്കൊന്നും കാണാൻ പറ്റില്ല. താഴേന്ന് വലിയ വ്യത്യാസമൊന്നുമില്ല. ആ 4 പേര് അവിടെ ഇരുന്ന് ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പാടുന്നുണ്ട്. ഞാൻ ആ പാലത്തിൽ നിന്ന് വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ ട്രെയിൽ കടന്ന് വരുന്നുണ്ടായിരുന്നു ഇവർ. അപ്പോൾ ആരുടെയോ ബർത്ത്ഡേക്ക് ട്രെയിൽ ഹൈക്ക് ആയിരുന്നു എന്ന് തോന്നുന്നു, ബർത്ത്ഡേ പ്രസൻറ്റ്. ഇഷ്ടംപോലെ പാർക്കിംഗ് ഉണ്ട്. മിക്കവാറും ആൾക്കാർ ഇവിടെ പാർക്ക് ചെയ്തിട്ട് 1-2 ദിവസത്തേക്കൊക്കെ ഹൈക്കിനൊക്കെ പോകുന്നുണ്ടാവും. കവലിയൻ എന്ന് പറഞ്ഞ സ്പോട്ടിലാണ് ഇപ്പം നമ്മളിവിടെ നിൽക്കുന്നത്. ആ കാണുന്നത് അറ്റൻസുവൻ എന്ന് പറഞ്ഞ ലേക്കാണ്. പക്ഷെ ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങി പോകാനുള്ള വഴിയൊന്നും കാണുന്നില്ല. പിന്നെ ഇവിടെ ഉള്ളത് ഈ കാണുന്ന ആർട്ട് വർക്കാണ്. സ്ക്വിൽഡിനർ എന്ന് പറഞ്ഞ ആർട്ട് വർക്കാണിത്. ഇത് ഒരു ചാർക്കോൾ ഡ്രോയിങ്ങിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് 12th century. പ്രോബബ്ലി ഹെഡ് ഓഫ് ക്രൈസ്റ്റ് എന്നാണ് പറയുന്നത്. ഇപ്പോൾ നമ്മൾ വല്ല ഡ്രോൺ ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ശരിക്കും കാണാൻ പറ്റുള്ളൂ. നമ്മൾ നോക്കുമ്പോൾ ഈ കാണുന്നത് തോളാണ്, അവിടെ ചെവിയുണ്ട്, അവിടെ 2 കണ്ണുകളുണ്ട് എന്നൊക്കെ നമുക്ക് ഊഹിച്ചെടുക്കാം. ഗ്രാനൈറ്റാണ് സ്റ്റോൺ.
വിൻ്റർ നൈറ്റ് ഇൻ ദ മൗണ്ടൻസ് എന്ന് പറഞ്ഞ പെയിൻറ്റിങ് ഹെറാൾഡ് ഷോൾബർഗ് ഈ മൗണ്ടൻ റേഞ്ചസ് കണ്ടിട്ടാണ് വരച്ചത്. അതുകൊണ്ടാണ് ഈ പോയിന്റിന് ഷോൾബർഗ് പ്ലാസ് എന്ന് പേര് വന്നത്. ഇവിടുന്ന് കാണാൻ പറ്റുന്ന പീക്സും അതിൻ്റെ ഓൾട്ടിറ്റ്യൂഡും ഇവിടുന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതാണ് വിൻ്റർ നൈറ്റ് ഇൻ ദ മൗണ്ടൻസ് എന്ന് പറയുന്ന പെയിൻറ്റിങ്. ഇതിപ്പോൾ വിൻ്റർ അല്ലാത്തതുകൊണ്ട് ഈ കാഴ്ച ഒന്നല്ല ഇവിടെ നോക്കിയാൽ കാണുന്നത്. ഈ ഷോൾബർഗ് പ്ലാസ് എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ അവിടെ ടോയ്ലറ്റ് ഫെസിലിറ്റി ഒന്നുമില്ല. കുറച്ച് ഒരു 700 മീറ്റർ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഒരു കഫേയും ടോയ്ലറ്റും പെട്രോൾ പമ്പൊക്കെ കൂടി ഒരു സ്പേസ് ഉണ്ട്. അറ്റൻഡ്യൂ ഫോൾസ് എന്ന് പറയുന്ന വാട്ടർഫോളാണിത്. ഇതിന് തീരത്തൊരു സോമിലൊക്കെ ഉണ്ട്. ടിമ്പർ ഫ്ലോട്ടിംഗ് ഫെസിലിറ്റീസും ഹൈഡ്രോ പവർ സ്റ്റേഷനും ഉണ്ട് ഇതിൻ്റെ അടുത്ത്. പക്ഷെ ഇപ്പം അത് വർക്ക് ചെയ്യുന്നില്ല, വെറും എക്സിബിഷൻ മാത്രമാണ്. വലിയ വാളൊക്കെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു മ്യൂസിയം ഒക്കെ ഉണ്ട്. നമ്മൾ വന്നപ്പോഴത്തേക്ക് അടച്ചുപോയി. പക്ഷേ ഇവിടെ ഒരു ടോയ്ലറ്റ് ഫെസിലിറ്റി ഉണ്ട്. മ്യൂസിയം അടച്ചെങ്കിലും ടോയ്ലറ്റ് ഓപ്പൺ ആയിട്ടാണ് കണ്ടത്. ഇന്നലെ ആക്സിഡൻ്റലായിട്ടൊരു കടയിൽ നിന്ന് മേടിച്ചാണിത്. കഴിച്ചപ്പോൾ ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഇന്ന് വീണ്ടും മേടിച്ചതാണ്. കണ്ടു കഴിഞ്ഞാൽ കൊസോൺസ് പോലെ ഉണ്ടെങ്കിലും ഇത് കൊസോണിൻ്റെയും പൗ ചോക്ലേറ്റിൻ്റെയും ഒരു മിക്സ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഉള്ളിൽ ചോക്ലേറ്റ് ഫില്ലിംഗ് ഒക്കെ ഉണ്ട്. നല്ല ടേസ്റ്റാണ്. പുറത്തുണ്ട് ചോക്ലേറ്റ് പീസസ്. വീണ്ടും വീതി കുറഞ്ഞ റോഡ്. പക്ഷെ 2 വണ്ടി പോകുന്നില്ല. വീതി അത്രയ്ക്ക് വീതി കുറവൊന്നുമില്ലേന്. ഇത്തിരി വീതി കുറവാണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ നേരത്തെ നമ്മൾ ഓടിച്ച സീനിക് റൂട്ട് വെച്ച് നോക്കുമ്പോൾ ഹൈവേ ആണ്. ഒരനക്കൂല്ല കേട്ടാ. നമ്മൾ വേണമെങ്കിൽ വഴി മാറി പൊക്കോളാം. എന്താല്ലേ അത്രയ്ക്കില്ല, കുറച്ചുകൂടെ മര്യാദയുണ്ട്. കിറിയെടുക്കണോ കള്ളുടിച്ചിട്ട് ഇനിയുണ്ട്. അവിടെ നടക്കണോ? ഈ ഒരു ലോഡുണ്ട് കേട്ടാ. എൻ്റെ ഇത്തിരി കൂടി നടുവിലേക്ക് കിടക്കായിരുന്നു. റോന്താനെ നാഷണൽ പാർക്കിൽ വൈൽഡ് റെയിൻഡിയർ ഉള്ള സ്ഥലമാണെന്നാണ് പറഞ്ഞത്. ഇവിടെ ഒന്നും കണ്ടില്ല. ഇനി അതിൻ്റെ കൂടെ ഒരു കുറവുള്ള റോട്ടിൽ ഇൻ്റർല നല്ല രസമായിരിക്കും. സ്നോ ഒക്കെ. അപ്പോൾ ഇത് അടയ്ക്കുമോ? അപ്പോൾ ഇത് അറിയില്ല. ഇതിപ്പോൾ നമ്മൾ സാധാരണ മറ്റേ റൂട്ടിലൊക്കെ പോയ പലപ്പോഴും അത് സീസണലി റെസ്ട്രിക്റ്റഡ് റോഡ്സ് ആണെന്നൊക്കെ ഈ നാവിഗേഷൻ സിസ്റ്റം ഓൺ ചെയ്യണ്ടായിരുന്നു. ഇവിടെ ഇതുവരെ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇതുകൊണ്ട് ചിലപ്പോൾ ഇത് ഫുൾ ടൈം ഓപ്പൺ ആയിരിക്കും. നമ്മൾ ഫിനിഷ് ലാപ്പ് ഹാൻഡിലേക്ക് ഡ്രൈവ് ചെയ്യുന്ന ആ ഒരു ഫീലുണ്ട് ഈ റോഡ്. ഇങ്ങനെ വളഞ്ഞ് കിടക്കുകയും. ആക്ച്വലി നോർവേയുടെ നോർത്തിലേക്കും ഏകദേശം ഈ ലുക്ക് തന്നെ ഇല്ലായിരുന്നേ. ഓർമ്മയില്ലേ നമ്മൾ പണ്ട് പോയപ്പോൾ? ചെടിയൊന്നും ഇല്ലാണ്ട് കുഞ്ഞു കുഞ്ഞ് ബുഷസ് മാത്രമായിട്ട്. എനിക്കാണ് നോർത്ത് ക്യാപ്പിലേക്ക് പോണ റോഡ് കുറെ ഇങ്ങനെയാണ്. നോർവേ ടൂറിസം പ്രകാരം, അതിൻ്റെ വെബ്സൈറ്റ് പ്രകാരം ഈ റൂട്ടിൻ്റെ ഒരു എൻഡ് ഇതാണ്. നമ്മൾ ഫോൾദാൽ അവിടെ നിന്നാണ് തുടങ്ങിയത്. ഇത് നമ്മൾ നേരത്തെ ചെയ്ത റൂട്ടുണ്ട്. എന്താ അതിൻ്റെ പേരുണ്ടായിരുന്നു? ഗോലാർഫിയല്ലേ. ആ റൂട്ട് ഇതേപോലെ ഒരു വൈ പോലെ 2 ശാഖകൾ ഉണ്ടായിരുന്നു. അതുപോലെ ഈ റൂട്ടിനുണ്ട്. ഇപ്പം നമ്മൾ ഇവിടെ വന്നു, ഫോൾദാലിൽ തുടങ്ങി. ഇനി ഒരു കുറച്ച് ദൂരം പുറകോട്ട് പോയിട്ട് ഒരു ഡൈവേർഷൻ എടുത്തു കഴിഞ്ഞാൽ സൊല്ലിയ ഭാഗത്തേക്ക് പോകും. അപ്പോൾ അവിടെ ഉണ്ട് ഒരു സ്പോട്ട്. അത് കഴിഞ്ഞ് ആ വഴിക്ക് തന്നെ നമ്മൾ ഇന്ന് ബുക്ക് ചെയ്തിരിക്കുന്ന അക്കോമഡേഷൻ്റെ അങ്ങോട്ട് പോകാൻ പറ്റും. ഈ റൂട്ടിൽ ഇതുപോലെ പല പാർക്കിംഗ് സ്പേസുകളും ഉണ്ട്. അപ്പോൾ നമുക്ക് വണ്ടി നിർത്തിയിട്ട് കുറച്ച് നേരം ഈ കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ടു നിൽക്കാം. ഇവിടെ നിർത്തിയിട്ട് ആളുകൾ ഹൈക്കിന് പോകുന്നുണ്ട്. എനിക്ക് അവിടെ 2-3 നേരം അവിടെ നിൽക്കണ കാണാം. ഇവിടെ ബെഞ്ചും ഡെസ്കൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയും ഒക്കെ ചെയ്തിട്ട് പോകുന്നവരുണ്ട്. നല്ല ചൂടുള്ള ദിവസമാണ് ഇന്ന്. പക്ഷേ ഇവിടെ നല്ല തണുത്ത കാറ്റൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇവിടെ നിൽക്കാനൊരു സുഖമുണ്ട്. ആയിരത്തി 1738 പണിത് തീർത്ത ചേർച്ചാണ് ഈ സൊല്ലിയ ചർച്ച് എന്നുള്ളത്. ഇത് നോർവീജിയൻ സ്റ്റാഫ് മാതൃകയിൽ പണിതിരിക്കുന്ന ചേർച്ചാണ്. ഇതൊരു വുഡൻ ചർച്ചാണ്. വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ചേർച്ചസ് ഇൻ നോർവേ എന്നാണ് പറയുന്നത്. 1700-കളിൽ ഇവിടെയുള്ള ആൾക്കാരൊക്കെ റിംഗബൂ എന്നാണ് സ്ഥലത്തിൻ്റെ പേര് മനസ്സിലായത്. അവിടെയുള്ള ചേർച്ചിലേക്ക് പോയിട്ടാണ് ആരാധന നടത്തിയിരുന്നത്. അപ്പോൾ അത് കുറച്ച് ദൂരമുള്ള ഒരു സ്ഥലമാണ്. അങ്ങനെ 1720 വിൻ്റർ സമയത്ത് ഇവിടുന്ന് അങ്ങോട്ട് ആരാധനയ്ക്ക് വേണ്ടിയിട്ട് യാത്ര ചെയ്ത കുറച്ച് പേര് അവർ മരിച്ചുപോയി.
തണുപ്പൊക്കെ കാരണം. ആ സമയത്ത് ഇവിടെയുള്ള നാട്ടുകാർ രാജാവിൻ്റെ അടുത്ത് അഭ്യർത്ഥിച്ച് ഇവിടെ ഒരു ചേർച്ച് പണിയാൻ സമ്മതിക്കണം എന്ന് പറഞ്ഞ് അദ്ദേഹം സമ്മതം കൊടുത്തു. പക്ഷേ ഫണ്ടിങ് ഒന്നും കിട്ടിയില്ല. അപ്പോൾ നാട്ടുകാർ തന്നെ പൈസ ഇട്ടിട്ട് അവർ ഈ ചേർച്ച് നിർമ്മിക്കാനുള്ള ഒരു സ്ഥലം അക്വയർ ചെയ്യുകയും പിന്നെ ഇത് നിർമ്മിക്കാനുള്ള ലോഗും ടിമ്പറൊക്കെ അവർ സംഭാവന ചെയ്യുകയും ചെയ്ത് അങ്ങനെ പണി തുടങ്ങി. 1738 സെപ്റ്റംബർ 7 ഈ ചേർച്ച് പണി കഴിഞ്ഞത്. ഉള്ളിലൊക്കെ നല്ല ഭംഗിയുണ്ടെന്ന് വായിച്ചറിഞ്ഞു. പക്ഷേ നമ്മൾ വന്നപ്പോഴത്തേക്കും ലേറ്റ് ആയിപ്പോയി, അതുകൊണ്ട് കയറാൻ പറ്റിയില്ല അകത്തേക്ക്. അപ്പം നമ്മുടെ സീനിക് റൂട്ടിൻ്റെ ലാസ്റ്റ് സ്റ്റോപ്പും കഴിഞ്ഞു. ഇനി ഇന്ന് വേറെ പരിപാടിയൊന്നുമില്ല. നമ്മൾ അക്കോമഡേഷൻ ബുക്ക് ചെയ്തോടത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ ടാർഗറ്റ് ചെയ്തിരുന്ന സീനിക് റൂട്ട്സ് ഒക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. നാളെ നമ്മൾ സ്വീഡനിൽ ഒരു സ്ഥലത്തെത്തും. അവിടെയാണ് നാളത്തെ സ്റ്റേ. അത് കഴിഞ്ഞാൽ നമ്മൾ 2 ദിവസം സ്റ്റോക്ക്ഹോമിലുണ്ട്. പിന്നെ നമ്മൾ തിരിച്ച് ഫിൻലൻഡിലേക്ക് പോകും. നമ്മുടെ സീനിക് റൂട്ട്സ് മാത്രമേ നമ്മൾ കഴിഞ്ഞിട്ടുള്ളൂ. ഇനിയും നമുക്ക് പല കാഴ്ചകളും കാണാനുണ്ട്. അപ്പം നാളെ കാണാം.